ശൃംഗാരം ശംഖിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ ഓരോരോ നാളും. എന്റെ പൊന്നോ, വീട്ടിലൂടെ നടത്തിക്കൊണ്ടിരുന്ന ഞാനും എന്റെ ഭാര്യയും കൂടെ തുടങ്ങിയ പുതിയ സംരംഭമാണ് വീട്ടിലൊരു ജിമ്മ്. ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ടെടുത്ത് മാറ്റിവെച്ച് ഇങ്ങോട്ടെടുത്ത് മാറ്റിവെച്ച് നിപ്പിള് പോലിരുന്ന ഞാനിപ്പോ ആപ്പിള് പോലായി. അയ്യോ, മടിയുടെ മലയോരത്ത് ധ്യാനിച്ചിരിക്കുന്ന സന്യാസി ചുമ്മാതിരിപ്പിന്റെ അഭ്യാസി ചോരത്തിളപ്പുള്ള. അല്ല സംഭവേ, ഞങ്ങൾ ജിമ്മ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു. പിരിവിനും കാര്യത്തിനും വന്നാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. പിരിവിന് വന്നതല്ല, പിന്നെ അടിക്കാൻ വന്നതാ. അടിക്കാൻ വന്നതാണ്. ബാർ ഇവിടെ അല്ല, തൊട്ടപ്പുറത്ത് അങ്ങോട്ട് പോകും. പാടിയല്ല, പിന്നെ ഈ സിമ്പിൾ അടി. കാതികനാ? അതല്ല, മറ്റേ അയ്യോ, അത് ഡമ്പല്. എന്റെ ചോറ്റു പാത്രമൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. സംഭവം ഏതായാലും നമ്മളിവിടെ വന്നേ കടികട്ടി പണികളൊക്കെ അല്ലേ ചെയ്യണ്ടേ, ഇതൊക്കെ എടുത്ത് പൊക്കണ്ടേ. അതുകൊണ്ട് അമ്മച്ചി 10 മണിക്ക് കുടിക്കാൻ വേണ്ടി പഴങ്കഞ്ഞി ഒന്ന് ഇട്ടതാ. യഥാർത്ഥത്തിൽ നിങ്ങൾ ജിമ്മിന് വന്നതാണ്, അത് പാടത്ത് പണിക്ക് വന്നതാണ്? അല്ല, ഇവിടെ വന്നതല്ലാണ്. ഇവിടെ വന്നതാണല്ലോ. ഇവിടെ വരാൻ നിർത്തി ഇതൊന്നും അല്ല കഴിക്കേണ്ടത്. ഇവിടെ വരുന്നവർ കഴിക്കേണ്ട ആഹാരം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ. മനസ്സിലായില്ല? മനസ്സിലായില്ല, ഇതായിരിക്കുന്ന സംഭവം. എന്നാ പിന്നെ എനിക്ക് 2 ചാക്ക് വേണം. വീട്ടിൽ കൊണ്ടാ പുട്ടുണ്ടാക്കി തിന്നാനാ. പ്രോട്ടീൻ പൗഡർ നമ്മൾ കഴിക്കേണ്ട അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ദിവസം എന്റെ പെങ്ങടെ മോന് ഇവിടെ വന്നു. ചെറുക്കൻ എന്തെന്നറിയാം, ഒറ്റ ഇരിപ്പിനിരുന്ന് ഈ പ്രോട്ടീൻ പൗഡർ മൊത്തം അങ്ങ് തിന്നു തീർത്ത്. എന്നിട്ട് വീട് പൊളിച്ചാ പിന്നെ അവനെ പുറത്തിറക്കി. അതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് ശരി. കല്യാണത്തിന് വല്ലതും പോണ്ട? ഇല്ല. പിന്നെന്താ ഈ കോസ്റ്റ്യൂമിൽ വന്നിരിക്കുന്നത്? അല്ല, നല്ലൊരു കാര്യത്തിന് വരെയല്ലേ ഞാൻ അമ്പലത്തിൽ പോയി ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം മേടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. നല്ലൊരു കാര്യത്തിന് വന്നാൽ എന്തായാലും ജിമ്മിന് വരാൻ നേരത്ത് നമ്മുടേതായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഉണ്ട്. ഈ തുണി ഇവിടെ ഉടുക്കാൻ പറ്റത്തില്ല. തുണി ഉടുക്കാതെ വരാൻ. തുണി ഉടുക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? ഞാനിട്ടിരിക്കുന്ന ഈ കോസ്റ്റ്യൂം ഇതുപോലുള്ള സാധനങ്ങൾ വേണം ഇവിടെ ഇടാനായിട്ട്. ഈ നിക്കറൂട്ടുണ്ട്. ഈ നിക്കറൂട്ടോട്ട് അപ്പൊ ഇതുപോലത്തെ ഇട്ടാ മതിയല്ല? ഇതുപോലത്തെ സാധനങ്ങൾ ഇടണം. മതി. പറയണ്ടേ നേരത്തെ? എല്ലാം ഇട്ടോ ഒരുക്കിക്കൊണ്ടൊക്കെ വന്നതായിരുന്നല്ലേ? അമ്മ എല്ലാം ഒരുക്കി വിട്ട ആണല്ലേ? കൊള്ളാം. വള്ളം കളിക്ക് തൊഴിയുന്ന കോസ്റ്റ്യൂം. എന്തോ ഇത്? റേഷൻ കട പോണണ്ട? എന്തോന്നു ഇതെന്ത് നിക്കറാന്ന്? ഇതിൽ വരയുണ്ട്, അതിൽ വരയില്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ എന്തായാലും ഈ ജിമ്മിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വന്ന ഉടനെ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം. ആദ്യം നമ്മൾ ശ്വാസം മേളിലോട്ടങ്ങ് എടുക്കണം, എന്നിട്ട് പതുക്കെ അങ്ങ് വിടണം. വീട്ടിലെ കുഴപ്പമുണ്ടോ? വീട്ടിലെ കുഴപ്പമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പൊക്കിൽ തടത്തി ചെറിയൊരു സസ്യം വളർത്തേണ്ടി വരും. എന്തോന്നു? തെങ്ങ്. തെങ്ങ്? പിന്നെ നീ ചത്തുപോകത്തില്ല, പിന്നെ തെങ്ങെടുത്ത് കുഴിച്ചു വെക്കേണ്ടി വരും. നമ്മളത് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാനാണല്ലേ. അല്ല, ഇപ്പൊ ഈ ജിമ്മിലോട്ട് വരണമെന്നുള്ള ഉദ്ദേശം എന്താണ്? ഉദ്ദേശം വേറെ ഒന്നുമില്ല. ജിമ്മി വന്ന് തടി പറിച്ചില്ലെങ്കിൽ മീനൂട്ടി കിട്ടൂലെന്ന് പറഞ്ഞു. ജിമ്മി വന്ന് തടി പറിച്ചാൽ മീൻ പുറത്ത് തരത്തില്ലെന്ന് ആരാടാ? മീനൂട്ടി എന്റെ അമ്മാവന്റെ മോളെ കെട്ടിച്ച് തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടാനായിട്ടൊക്കെ ആയിട്ട് വന്നതാണ്. കൊളസ്ട്രോൾ ഉണ്ടോ? ഉണ്ട്. കൈ കാണിച്ചേ. കൈ നോക്കി പറയൂ. കൈ നോക്കി പറയല്ലേ? എനിക്കും ഉണ്ട്. കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, എല്ലാം ഉണ്ട്. നിനക്കുള്ള ഒരു ആപ്പോപ്പ കൊളസ്ട്രോൾ അല്ലേ എനിക്ക്? മൂത്രം ഒഴിക്കുമ്പോ എണ്ണയാണ് പോണത്. അങ്ങനെയാണെങ്കിലേ എന്റെ കാറിന്റെ അവിടം വരെ ഒന്ന് വന്നു. എന്തിന്? പമ്പ് വരെ എത്താനുള്ള എണ്ണ അതിനകത്തില്ല. ഒരു ലോറി നിറയെ എണ്ണ നിന്റെ വീട്ടിലേക്കാൻ ഞാൻ പോത്ത് കഴിക്കൂ. എത്ര എണ്ണം കഴിക്കുമെന്ന് അറിയാമോ? വേട്ടവളിയാ നീ ചത്തുപോകും. വേട്ടവളും ചത്ത എനിക്കെന്താ? എന്റെ അമ്മാവിന്റെ മോനൊന്നും അല്ല. അതല്ല പറഞ്ഞത്, നീ ചത്തുപോകും. അഥവാ നമ്മൾ പോത്തിറച്ചി കഴിച്ചെന്ന് വെച്ചു, കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് രാവിലെ ഒരു 5 കിലോമീറ്റർ എങ്കിലും നമ്മൾ നടന്ന് കൊളസ്ട്രോൾ മൊത്തം അലിച്ചു കളയണം. ഇയാള് മണ്ടൻ തന്നെ. ഞാൻ എന്തിനു വരെ നടക്കണം? ആ പോത്തിന് 5 കിലോമീറ്റർ നടത്തി അതിന്റെ കൊളസ്ട്രോൾ കളഞ്ഞിട്ട് ആ ഇറച്ചി വെട്ടി കറി വെച്ച് തിന്നാ പോരെ? കഷ്ടമാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജിമ്മിൽ വരാൻ നേരത്ത് നമ്മൾ ഒരുപാട് ആഹാരക്രമങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മുളപ്പിച്ച ഈ പിന്നെ പയറുണ്ടല്ലോ, മുളപ്പിച്ച പയർ വേണം നമ്മൾ കഴിക്കാൻ. നടക്കൂല. അതെന്റെ തൊണ്ടയെ കുടുങ്ങിട്ട് വേണം പിറ്റേ ദിവസം ഇതുവഴിയൊക്കെ പയർ ചാടി. കർഷകശ്രീ അവാർഡ് വരെ കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. ജിമ്മിൽ വന്ന സ്ഥിതിക്ക് രാവിലത്തെ ആഹാരക്രമങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ആഹാരം എന്ന് പറഞ്ഞാൽ രാവിലെ 30 ഇഡ്ഡലി വിത്ത് സാമ്പാർ. ഉച്ചക്ക് 2 പ്ലേറ്റ് ചോറ്, കറി കൊള്ളാമെങ്കിൽ 3 പ്ലേറ്റ്. രാത്രി ഇങ്ങനെ തുടർന്നങ്ങ് പോവും. വയറ് കുറക്കണമല്ലേ? പരിചയമുള്ള JCB ഉള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ മൂത്ത ചേട്ടന്റെ മോൻ, അവൻ നല്ല JCB ഡ്രൈവറാണ്. എന്നാ അവനെ വിളിച്ചു കഴിഞ്ഞാൽ തന്റെ വയറ് കുറയും. JCB ഉണ്ടൊക്കെ എങ്ങനെയാ വയറ് കുറക്കണത്? ആദ്യം നിന്റെ അടുക്കള പൊളിക്കണം, അല്ലാതെ വയറ് കുറയുന്നത് എനിക്ക് ഒരു ഉറപ്പുമില്ല. അതല്ല, നമുക്ക് ഈ ഒറ്റയടിക്ക് തടി കുറയാൻ പറ്റിയ എന്തെങ്കിലും. ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ ഇങ്ങനെ വണ്ണം കൂടത്തേ ഉള്ളൂ, നീര് വെക്കുന്നില്ല. അതങ്ങനെ ഷേപ്പോട്ട് നിൽക്കാൻ പറ്റിയൊരു അറപ്പുമില്ലി കൊണ്ട് അർപ്പിച്ച് കളയടാ. അതായിരിക്കും നിനക്ക് ഏറ്റവും പറ്റിയ സാധനം. എടാ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ പുതിയ നിയമപ്രകാരം 10ൽ 4 പേർക്ക് പോഷകാഹാരത്തിന്റെ കുറവുണ്ട്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ 9ാം ക്ലാസ് വരെയല്ലേ പോയുള്ളൂ. 10ാം ക്ലാസ് വരെ പഠിച്ചവന്മാർക്കല്ലേ പേടിക്കാനുള്ളൂ. ഒരു നിമിഷം. മീനുട്ടി ജിമ്മിലാ മോളെ. പണി തുടങ്ങി. ഫ്രണ്ടോ?
ഫ്രണ്ട് പറഞ്ഞു. ഫ്രണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കി ഇപ്പൊ ഭിത്തി ചെന്നടിച്ചേ. 100 കിലോ വെയിറ്റ് എടുത്തോണ്ടിരിക്കുവാ. ഓക്കെ വെക്കാം കേട്ടോ. മീനൂട്ടി. വേറൊരു കാര്യം, സത്യത്തിൽ യഥാർത്ഥ ട്രെയിനർ ഞാനല്ല, പിന്നെ എന്റെ ഭാര്യയാണ്. അപ്പൊ താഴെ ഇവിടുത്തെ ജോലിക്കാരനാണ്. ജോലിക്കാരനല്ലെന്ന്, എന്റെ ഭാര്യയുടെ പേരെന്താണെന്നറിയോ? പായൽ. അപ്പൊ തന്റെ പേര് ഭൂപ്പനായിരിക്കും അല്ലേ? ഈ പായലും പൂപ്പലൊക്കെ ഭിത്തി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇങ്ങനെ ഒരയ്ക്കും. അതുപോലെ ഞാൻ ആ മോന്തയിട്ട് ഒരക്കും ഭിത്തി. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയരുത്. എന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നു കഴിയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം കിടുക്കായിട്ടൊക്കെ പഠിപ്പിച്ചു. അവള് നല്ല ഉഗ്ര ട്രെയിനറാണ്. ഞാൻ എന്താ ഇവിടെ കാണുന്നത്? എല്ലാം മലങ്കോലമാക്കി ഇട്ടിരിക്കുന്നു. മനുഷ്യന് നടക്കാനുള്ളതല്ലേ ഇരിക്കണേ. എന്നാ ഇത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ഭാര്യ പായല് ആഫ്രിക്കയില് വലിയ ട്രെയിനറായിരുന്നു. അപ്പൊ ഇവള് വെറും പായലല്ല, ആഫ്രിക്കൻ പായൽ. ഏതായി കുളവാഴ? ഇത് ഇവിടെ പുതിയതായിട്ട് ജിമ്മിന് പഠിക്കാൻ വന്ന ആളാ. അമ്മച്ചി, അമ്മച്ചിയാ? അക്കച്ചി, അക്കച്ചിയാ? മൈനി, സ്ത്രീയെ. എന്റെ കല്യാണം ഉടനെ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങള് സ്നേഹിച്ച് കെട്ടുന്നതാണ്. പിന്നെ ആരെങ്കിലും വഴക്ക് കൂടി കേട്ടോ പെണ്ണുപിള്ളേ? യുവർ ഗുഡ് നെയിം പ്ലേസ്? വളവിൽ ചന്ദ്രൻ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് തുടങ്ങാം. അങ്ങനെ തുടങ്ങാതെ യോഗക്രിയകൾ തുടങ്ങാം. ആദ്യം നമുക്ക് ഭക്ഷണക്രമങ്ങളുണ്ട്. രാവിലെ തന്നെ 10 മുട്ടയുടെ വെള്ള കഴിക്കണം. അപ്പൊ മഞ്ഞക്കരു എന്ത് ചെയ്യും? അതുകൊണ്ട് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവരണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞക്കരു. എന്റെ പൊന്നു, മഞ്ഞക്കരു തിന്ന് നിന്ന ഇവളുടെ മുടി മൊത്തം മഞ്ഞ കളറിലായി പോയി. അല്ലാതെ കിളവിയെ കിട്ടിയെന്ന് നീ പറയല്ലേ? സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇവളുടെ മഞ്ഞക്കരു ഞാൻ എടുത്തത് എന്നെ ഡമ്പല്ല എറിഞ്ഞിട്ടത്. എന്റെ പേരെന്തോന്നും? പുരുഷൻ. പേരിലെങ്കിലും അങ്ങനെ കളിയാക്കണ്ട. ഇതാരാണെന്നറിയാവോ? നിനക്കറിഞ്ഞോട് പിന്നെ എനിക്ക് എങ്ങനെ അറിയാം? അതല്ല, ഈ വരുന്ന മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ പോകാൻ വേണ്ടി ഞാൻ പരിശീലിപ്പിച്ചു വെച്ച എന്റെ ഊതിക്കാച്ചിയ പൊന്നാണിത്. ഇത് പൊന്നു, എന്റെ പൊന്നു ഇപ്പൊ കുറച്ച് സാധനങ്ങൾ കാണിക്കും. അതല്ല, ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഷോൾഡർ, ചെസ്റ്റ്, legs, wings, tights. എങ്ങനുണ്ട്? ഇത് ഊതിക്കാച്ചിയതാണോ ഊതാതെ കാച്ചിയതാണോ? വരണല്ല ഇവന്റെ വയറിൽ കൂടെ മാത്രം. എന്താ അങ്ങനെ ഇത്? ഇവനെ ലണ്ടനിലല്ല അയക്കേണ്ടത്, ഇവനങ്ങ് തൃശ്ശൂർ അയക്കണം. മറ്റേ പുലിക്കളിക്ക്. അതാണ് നിനക്ക് ചേർന്നത്. ഞാൻ പുലിക്കളി കളിക്കാറില്ല. എന്റെ പൊന്നു ദൈവമേ, ഒരു മാവേലി ചെയ്തിട്ട് അതിന്റെ ചീത്തപ്പേര് മൊത്തം ഞാൻ കേട്ടു. പുലികളി കൂടെ കളിക്കാനായിട്ട് വയ്യ. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലേ? യോഗം വേണം. എനിക്ക് കല്യാണം കഴിക്കാൻ ഇനി എന്ത് യോഗം വേണം? അതല്ലെന്ന്, യോഗാസനം നമ്മൾ പരിശീലിക്കണം. അതായത് നമ്മൾ ആദ്യമായിട്ട് പരിശീലിക്കേണ്ടത് തുച്ഛേ ദേഖ തോയ ജാനാസനം. ഇടുക്കനല്ലേ? അത് കഴിഞ്ഞാൽ പ്യാർ ഹോത്താ ഹേ ദിവാനാസനം. അതെങ്ങനെ ഇരിക്കും? അതെങ്ങനെ ഇരിക്കും നമ്മൾ അത് ഇതിലും സൂപ്പറല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ആസനം ഇല്ല. പിന്നെ പകല് വെളുപ്പിന് തുച്ഛേ പാഹോമേ മർജായ ഹം. രാത്രി കിടന്ന് ചത്തില്ലെങ്കിൽ രാവിലെ നമുക്ക് ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാം. ഒരു ഊതിക്കാച്ചിയ പൊന്നു കിടന്ന് കാണിക്കണത് വേറെ ഉണ്ട്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു നേരെ നിക്ക്. പാറ്റേൺ ലോക്ക് ആയിരുന്നു. എന്റെ കെട്ടിയവന്റെ പാറ്റേൺ എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. പഠിപ്പിക്കാം. നമുക്ക് ആദ്യം ഈ കൊഴുപ്പൊക്കെ ഒന്ന് ഇളക്കിക്കളയണം. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഞാൻ പഠിപ്പിച്ചു തരാം. അതെടുക്കൂ. ഇതൊന്നും എടുത്തതിന്റെയാണ് ഇപ്പൊ ഇവിടെ കണ്ടത്. എടുക്കൂ. അപ്പൊ ഞാൻ എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ. ഓക്കെ.
ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ കിളവിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ നോക്കണേ. എന്തിന്റെ കൊഴുപ്പായിരുന്നു? എന്നോട് ഞാൻ പറഞ്ഞതാണ് ആ സാധനം എടുത്ത് പൊക്കരുതെന്ന്. ഞാൻ അങ്ങ് ആ സാധനം അവിടെ പൊക്കിക്കൊണ്ട് പോയ പാടെ എനിക്കറിയാം. എന്റെ പൊന്നു സുഹൃത്തെ, ജിം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേരാമല്ലോ. എത്ര രൂപയാണ് നമ്മുടെ ഇവിടെ ഫീസ്? അതായത് അഡ്വാൻസ് ആയിട്ട് ഒരു 3500 രൂപ, 1500 രൂപ, മാസം 1500 1500 രൂപ, 1500 രൂപ. അത് ഞാൻ തന്നേക്കാം. തന്നേക്കല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് ജിമ്മി വരാം. നാളെ വരാൻ പറ്റുമോടി? ഇല്ല, അയ്യോ, നാളെ അവധിയല്ലേ. എന്താ പൈസ തന്നു പറഞ്ഞ നാളെ അവധിയാ? അതല്ല, ഞങ്ങളുടെ 15ാം വെഡിങ് ആനിവേഴ്സറി ആണ്. ആ, അപ്പൊ പിള്ളേരെ കൊണ്ട് ടൂർ പോകേണ്ട പ്ലാനാണല്ലേ? 15 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളില്ല. പക്ഷെ ഞങ്ങളുടെ കിരൺ രാജാണ് ഞങ്ങൾക്ക് എല്ലാം. അതെന്തിനാ പാടറേ? മക്കളില്ലെന്ന് പറയും. കിരൺ രാജാര് പൂവൻകോഴി. പൂവൻകോഴിയാ? പിന്നെ ഞങ്ങൾ വളർത്തുന്നത് ഞങ്ങളുടെ കോഴിയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടക്ക് കിടന്നാണ് ഈ പൂവൻകോഴി ഉറങ്ങുന്നത്. യെസ്. അപ്പൊ നിങ്ങൾക്ക് മക്കളില്ലാത്തതിന്റെ കാര്യം എനിക്ക് ഇവിടെ കിട്ടി. എന്തുവാ? അതിനൊരു ഒറ്റ പ്രതിയേ ഉള്ളൂ. എന്നാ ഏട്ടാ? ഒരു ഫുൾ ചിക്കൻ പൊരിച്ചാൻ കഴിക്കുക. ഈ ഇടക്കിടക്കിടെ കിരണിനെ കട്ട് ചെയ്ത് തിന്നിട്ട് പിള്ളേരുണ്ടാവണം. എന്തിനാ കോഴി വളർത്തുന്ന? No! കോഴീനെ കഴിച്ചാലും എന്ത് കഴിച്ചാലും എനിക്കിപ്പോ കുട്ടികൾ വേണ്ട, പ്രഗ്നൻസി വേണ്ട, 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 വേണ്ട. അതെന്ത്? എന്റെ ബോഡി ഷേപ്പ് മാറിപ്പോവില്ല. ഹലോ, ഇങ്ങോട്ട് വരൂ. അതെ ചന്ദ്രൻ, ഇവിടെ വരൂ. ഹലോ, ഞാനല്ല ആദ്യം വിളിച്ചു. ഇങ്ങോട്ട് വാ. ഇവിടെ വരാൻ. ഞാനല്ല ഇതിന്റെ മെയിൻ അളിഞ്ഞു. എടാ അപ്പക്കാളെ നീ ഇങ്ങോട്ട് വാ. നീ അവള് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എന്റെ 2.5 കിലോ കുറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ നമ്മുടെ ഐഡിയ വിജയിക്കുമെന്ന്. അടിപൊളി. 2.5 കിലോ കുറഞ്ഞില്ലേ? കുറഞ്ഞു തോന്നുന്നു. സംഭവം വേറൊന്നുമല്ല, ഞങ്ങളുടെ ഇവിടുത്തെ ഓടിക്കുന്ന മെഷീൻ കംപ്ലൈന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് തന്നെ ഞങ്ങൾ ഇവിടെ ഇട്ടിങ്ങനെ ഓടിച്ചത്. എന്നാ പിന്നെ എനിക്ക് വലിക്കാൻ ഒരു സിഗരറ്റ് തരുമോ? സിഗരറ്റ് വലിക്കുന്നത് എന്തിനാ? നീ വലിക്കണ സാധനം ഇല്ലെന്നും പറഞ്ഞ് എന്നെ വലിപ്പിച്ച് കളയല്ലേ?